ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു. കമൻസൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു സംശയമാണ്, അച്ചാറല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്ന് സെയിൽ ചെയ്യാൻ പറ്റി ഉണ്ടാക്കി കാണിക്കുമോ, ബേക്കറി ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് അന്നേരം ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തിരുന്നു, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ ഇപ്പോൾ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ബേക്കറികളിലൊക്കെ കവറിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ദിവസം കേടാകാതെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ ബേക്കറികളിലൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുക്കുകയും കൂടി വേണം. അപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കപ്പ് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് നമ്മുടെ നാട്ടിൽ കജൂർ നട്ടാ പറയുക, വെട്ടുകൈക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഐറ്റം ആട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ അധികം ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമ്മൾ പൊടിച്ച പഞ്ചസാര, നേരത്തെ മുട്ട പൊടിച്ച് വെച്ചിട്ടില്ലേ 3 മുട്ട, ആ ജാറിലേക്ക് പഞ്ചസാരയും ഇട്ട് കുറച്ച് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് അടിച്ചെടുക്കണം. ഏലക്ക ഞാൻ തോല് പോക്കി അതിൻ്റെ കുരുവിട്ട എടുത്തത്. അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പ് തന്നെ 250 ml കപ്പ് തന്നെ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറക്കാത്ത ഏത് റവയായാലും, വറക്കാത്ത റവയാണ് എടുത്ത് കൊടുത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടീസ്പൂൺ നെയ്യ്, പശു നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ പോരാ, ഇത് കൈ വെച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവയില്ലേ, ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ലൂസ് പോലെ ഒരു പറ്റുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ മൈദപ്പൊടി കുറച്ചായിട്ടിട്ട് ഈ പരുവത്തിന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇത്രയും ഒരളവ് തന്നെ പൊടികളൊക്കെ എടുത്താൽ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് നമുക്ക് നമ്മളെ കജൂറ് കിട്ടും കേട്ടോ. ഇതും നമ്മളിങ്ങനെ ഉണ്ടാക്കി കടകളിൽ കൊടുക്കണമെങ്കിൽ FSSAIൻ്റെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അത് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഹാർഡായ പോലെ ഉണ്ടാവട്ടെ. ഇതൊന്നുകൂടി നമ്മൾ കുഴക്കണം സോഫ്റ്റായിട്ട്. ഒന്നുകൂടി നമ്മൾ ഈ പാത്രത്തിലിട്ട് തന്നെ ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കൗണ്ടർ ടോപ്പ് മേൽ കുറച്ച് മൈദപ്പൊടി ആക്കിയിട്ട് ഒന്നുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത്രയുള്ളൊരു മാവ് നമുക്ക് 2 അല്ലെങ്കിൽ 3 ബോൾസായിട്ട് മാറ്റണം. 2 പാർട്ടായിട്ട് മാറ്റണം. 2ഓ 3ഓ പാർട്ടായിട്ട് മാറ്റണം. നിങ്ങൾക്ക് പരത്താനുള്ള സൗകര്യത്തിനനുസരിച്ച് മാറ്റാം. ഇത് ഇതുപോലെ 2 ഭാഗമായിട്ട് ഒന്നുകൂടി സോഫ്റ്റാക്കി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പകുതി ആക്കിയിട്ട് ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പുമ്മൽ മൈദ ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നൈസായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിലാട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. ഇത് കടകളിൽ കൊടുക്കുക മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. കുറച്ചധികം ദിവസം ഇത് കേടുകൂടാതെ നിൽക്കും കേട്ടോ. ഒരാഴ്ച 10 ദിവസമൊക്കെ ഇത് കേടുകൂടാതെ നിൽക്കും. നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ഭരണിയിലിട്ട് വെച്ചാൽ മക്കൾക്ക് പുറത്തുനിന്ന് ബേക്കറി ഒന്നും വാങ്ങിക്കൊടുക്കണ്ട. ഈ ഒരു ഐറ്റം തന്നെ മതി, നമുക്ക് കട്ടൻ ചായക്കൊക്കെ കൂട്ടാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇടാനുള്ള പാത്രത്തിലും കൂടി ഞാൻ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിളറായിട്ടോ ഏത് ഷേപ്പിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് വേണ്ടത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇതുപോലെ സ്റ്റിക്കറുമ്മൽ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, പിന്നെ പ്രൈസ്, പിന്നെ നമ്മുടെ ഒരു പേരുണ്ടെങ്കിൽ അതും ചെറിയ സ്റ്റിക്കറാട്ടാ വേണ്ടു, അതും നമ്മൾ കവറിൻ്റെ പുറത്ത് ഒട്ടിക്കണം. പിന്നെ വേണ്ടത് ഒരു തൂക്കുന്ന മെഷീൻ. നമ്മൾ ഇത് എത്ര പാക്കറ്റ് 100 ഗ്രാമിൻ്റെതാണെങ്കിൽ 100 ഗ്രാം കണക്കാക്കി തൂക്കിയിട്ട് പാക്കാക്കിയിട്ട് നമുക്ക് കടകളിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കുറച്ചധികം ദിവസം കേടാതെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കുകയും ചെയ്യാം. ഒരാഴ്ചത്തെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരാഴ്ച കൊണ്ട് എന്തായാലും ഷോപ്പുകളിൽ നിന്നൊക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഷോപ്പുകളിൽ മാത്രമല്ല, നമുക്ക് വീടുകളിലും കുട്ടികൾക്ക് ബേക്കറി കടകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിത് ഈ ഒരു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയറായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനിത് സെയിൽ ചെയ്യുന്നതല്ല. ഇത് വീട്ടിൽ ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാട്ടോ. നമുക്ക് കഴിക്കാനും പിന്നെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് സെയിൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വേവും വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റുകയും ചെയ്യാം. ഇത് ഫസ്റ്റ് ഇതൊരു സോഫ്റ്റ് പോലെ കോരി മാറ്റുമ്പോൾ തന്നെ ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് നല്ല ഹാർഡാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മക്കൾക്ക് ഇത് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കുകയും ചെയ്യാം. നമ്മൾ നല്ല എണ്ണയിലല്ലേ ഇത് പൊരിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞങ്ങളിത് കുറച്ചായി ഇട്ടിട്ട് ഒരു 5 ട്രിപ്പായിട്ടാട്ടോ ഇത് പൊരിച്ചെടുത്തത്. എനിക്കറിയാവുന്ന ഒരു അറിവ് വെച്ചാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും. എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബേക്കറികളിലും കടകളിലും ഒക്കെ കൊടുത്താൽ ചെറിയൊരു വരുമാനം കിട്ടും കേട്ടോ. കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മുടെ ഖജൂറുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കവറിലൊക്കെ ആക്കിയതാണ്. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.